ഇത് അതുപോലത്തെ തന്നെ അതേ പാറ്റേണിലുള്ള ചെറിയ വ്യത്യാസമുള്ളൊരു പ്രോബ്ലമാണ്. അത് നമുക്ക് നോക്കാം. നേരത്തെ പോലെ തന്നെ 2 കൊല്ലത്ത് തന്നിരിക്കുന്നു. 2014 തന്നിട്ടുണ്ട്, 2015 തന്നിട്ടുണ്ട്. ഡീറ്റെയിൽസ് സെയിൽസ് കുഴപ്പമില്ല. പ്രോഫിറ്റ് ഓർ ലോസ് ഒന്നല്ലെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പി വി റേഷ്യോ, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ബി പി ഈ 3 കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റില്ല. മറ്റേത് സെയിൽസും പ്രോഫിറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പി വി റേഷ്യോ, ഫിക്സഡ് കോസ്റ്റും ബി പി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനത്തെ 2 കൊല്ലത്തായിട്ട് തന്നതുകൊണ്ട് നമ്മുടെ പി വി റേഷ്യോ നമ്മൾ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച് അതേ ഇക്വേഷൻ തന്നെ എഴുതാം. പി വി റേഷ്യോ ഈക്വൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അവിടെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വരും. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്, ആദ്യത്തെ കൊല്ലം 2014 ലോസാണ് എത്ര രൂപ വരെ 10,000 റുപ്പീസും 2015 പ്രോഫിറ്റാണ് 20,000 റുപ്പീസും. അപ്പോൾ നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് നമ്മൾ സാധാരണ ഒന്നിൽ നിന്നും മറ്റൊന്നും ലെസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ എഴുതാം 20,000 മൈനസ്, അത് പ്രോഫിറ്റാണ് കുഴപ്പമില്ല. അതിൽ നിന്നും എന്ത് കുറയ്ക്കണം, 10,000 ലോസ് കുറയ്ക്കണം. അപ്പോൾ 20,000 മൈനസ് 10,000 പ്രോഫിറ്റ് ലോസ് അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ന് എഴുതാം -10,000 എന്ന് എഴുതാം. അപ്പോൾ 20,000 മൈനസ് 10,000 എന്തായി, 2 മൈനസും അടുത്ത് വന്നപ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പോൾ 20,000 പ്ലസ് 10,000 ആവും നമ്മുടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ആയിട്ട് വരിക. മനസ്സിലായ? അതായത് 2 കൊല്ലത്തെയും പ്രോഫിറ്റ്, ഒരു കൊല്ലം ലോസാണ്, ഒരു കൊല്ലം പ്രോഫിറ്റാണ്. ലോസായത് 10,000, അപ്പോൾ നമുക്ക് എന്ന് എഴുതാം -10,000 എന്ന് എഴുതാം. ദെൻ മറ്റേത് എത്രയാണ്, പ്രോഫിറ്റാണ്, നമുക്ക് പ്ലസ് 20,000 എന്ന് എഴുതാം. ആ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് ലോസ് കുറയ്ക്കണം. അപ്പോൾ 20,000 മൈനസ് 10,000, 2 മൈനസ് കൂടെ വന്നപ്പോൾ പ്ലസ് ആയി. അപ്പോൾ 20,000 പ്ലസ് 10,000 നമുക്ക് എത്ര കിട്ടും, അതാണ് നമ്മുടെ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക, 30,000 കിട്ടും. ഡിവൈഡഡ് ബൈ ദെൻ ചേഞ്ച് ഇൻ സെയിൽസ് വലിയ വ്യത്യാസമൊന്നുമില്ല. 4 ലാഖിൽ നിന്ന് 3 ലാഖ് കുറച്ചു, അപ്പോൾ നമുക്ക് 1 ലാഖ് കിട്ടി. ദെൻ അപ്പോൾ നമുക്ക് പി വി റേഷ്യോ എത്ര കിട്ടും, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30% കിട്ടും. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് പി വി റേഷ്യോ കണ്ടുപിടിച്ചു. അതിൽ വ്യത്യാസം ഒരു കൊല്ലം പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്, ഒരു കൊല്ലം ലോസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചേഞ്ചസ് കണ്ടുപിടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ആ പറഞ്ഞ പോലെ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ പി വി റേഷ്യോ 30% കിട്ടും. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിച്ചാൽ ഇക്വേഷൻ എഴുതി കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു കൊല്ലത്തെ മാത്രമായിട്ടാണ് കോൺട്രിബ്യൂഷൻ എടുക്കുക. അതായത് 2014 വിട്ടുള്ളൂ, കാരണം അതിൽ ലോസ് വരുന്നുണ്ട്. നമുക്ക് ഏതെടുത്താലും സെയിം ആൻസറാണ് കിട്ടുക. അപ്പോൾ വെറുതെ കോംപ്ലിക്കേഷൻസ് കൂട്ടണ്ട. 2014 ലോസ് അല്ല വരുന്നത്, അപ്പോൾ നമുക്ക് ഇനി അത് അവിടെ കാൽക്കുലേഷനിൽ ആ പ്രോഫിറ്റ് എഴുതുന്നവർക്ക് നമുക്ക് ഡൗട്ട് വരണ്ട, മിസ്റ്റേക്ക് വരണ്ട. അപ്പോൾ നമ്മൾ ഏതെടുത്താൽ മതി, 2015 എടുത്താൽ മതി. 2 ചെയ്താലും സെയിം ആൻസർ കിട്ടും. അപ്പോൾ സേഫ് ആവാൻ വേണ്ടി 2015 എടുക്കുക. ദെൻ പി വി റേഷ്യോ ഇക്വേഷൻ എഴുതുക, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. പി വി റേഷ്യോ എത്ര നമ്മൾ കണ്ടുപിടിച്ചു, 30% ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, അപ്പോൾ അത് അവിടെ ഇടാം, ഡിവൈഡഡ് ബൈ 4 ലാഖ് ഇൻറ്റു 100. അപ്പോൾ 0.3 ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 4 ലാഖ്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് 4 ലാഖിനെ 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 1,20,000 നമുക്ക് എന്തായിട്ട് കിട്ടി, കോൺട്രിബ്യൂഷനായിട്ട് കിട്ടി. അപ്പോൾ 2015 ഞാൻ 14 എടുത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 14 എടുത്ത് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല, തെറ്റിക്കാണ്ടിരുന്നാൽ മതി. 2015 കോൺട്രിബ്യൂഷനായിട്ട് നമ്മൾ എത്ര കണ്ടുപിടിച്ചു, 1,20,000 കണ്ടുപിടിച്ചു. അത് നമുക്ക് നേരത്തെ ഇക്വേഷനിലേക്ക് ഇടാം. നമ്മുടെ ഇക്വേഷനിലേക്ക് ഇട്ടു, കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതിൽ കോൺട്രിബ്യൂഷൻ നമ്മൾ 1,20,000 കണ്ടുപിടിച്ചു, ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് 20,000 അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1,20,000 മൈനസ് 20,000 നമുക്ക് എത്ര കിട്ടി, ഫിക്സഡ് കോസ്റ്റ് 1 ലാഖ് ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, ഫിക്സഡ് കോസ്റ്റ് ഇസ് ഈക്വൽ ടു 1 ലാഖ്. ദെൻ മൂന്നാമത്തെ എന്താ കണ്ടുപിടിക്കാനും, ബി പി കാണുന്ന ഇക്വേഷൻ ഇൻ സെയിൽസ് കണ്ടുപിടിക്കാൻ പറ്റില്ല, യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇക്വേഷൻ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നേരത്തെ 1 ലാഖ് കണ്ടുപിടിച്ചു, ഡിവൈഡഡ് ബൈ ഫസ്റ്റ് നമ്മൾ പി വി റേഷ്യോ 30% കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ അത് 0.3 ആയിട്ട് നമ്മൾ എഴുതി. അപ്പോൾ നമുക്ക് വരുന്ന ബി പി ഇൻ സെയിൽസ് എന്ന് പറയുന്നത് 3,33,333. അപ്പോൾ അത് എക്സാക്റ്റ് ഫിഗർ വന്നില്ല, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. 3,33,333 ആണ് നമ്മൾ എന്ത് കിട്ടുക, ബി പി ഇൻ സെയിൽസ് വാല്യൂ കിട്ടുക. അപ്പോൾ ഇത് സിമ്പിളാണ്. ആ ഒരു കോംപ്ലിക്കേഷൻ മാത്രം, ലോസും പ്രോഫിറ്റും വരുമ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അത് പറഞ്ഞ പോലെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇതും അതുപോലത്തെ ഒരു പ്രോബ്ലമാണ്, ചെറിയൊരു വ്യത്യാസം മാത്രം. 2 കൊല്ലത്തെ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. 2014 തന്നിട്ടുണ്ട്, 15 തന്നിട്ടുണ്ട്. സെയിൽസ് 2 കൊല്ലത്ത് തന്നിരിക്കുന്നു.
പ്രോഫിറ്റിന് പകരം എന്താണ് തന്നിരിക്കുന്നത്? ടോട്ടൽ കോസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സാധാരണ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമുക്ക് എന്താ തരാറ്? സെയിൽസും പ്രോഫിറ്റാണ് തരാറ്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് സെയിൽസും ടോട്ടൽ കോസ്റ്റുമാണ്. എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കണോ? പി വി റേഷ്യോ കാണണം, ഫിക്സഡ് കോസ്റ്റ് കാണണം, BEP കാണണം, പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹5 lakh ആൻഡ് സെയിൽസ് റിക്വയർഡ് ടു എ പ്രോഫിറ്റ് ഓഫ് ₹2 lakh. 5ഉം കാണണം. ആദ്യം ചെയ്തോണം തന്നെ 5എണ്ണം കാണണം. അപ്പോൾ ഇതിനായി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? സെയിൽസും ഉണ്ട്, ടോട്ടൽ കോസ്റ്റും ഉണ്ട്. ഈ സെയിൽസും ടോട്ടൽ കോസ്റ്റും കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ ബാക്കിയാണ് നമ്മുടെ പ്രോഫിറ്റായിട്ട് വരിക. അതായത് 10 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വിറ്റു, അതുണ്ടാക്കാനായിട്ട് 7 രൂപ ഉണ്ടായി, ബാക്കി നമ്മുടെ ലാഭം എത്രയാണ്? 3 രൂപ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. സെയിൽസ് 2014 6 lakh ഉണ്ടായിരുന്നു, അതുണ്ടാക്കാനായിട്ട് വന്ന ചിലവ് 4,80,000 ആണ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്രയായിരിക്കും? 1,20,000. അപ്പോൾ 2014 പ്രോഫിറ്റ് നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 1,20,000 കണ്ടുപിടിച്ചു. ദെൻ 2015 സെയിൽസ് 8 lakh ഉണ്ടായിരുന്നു, അതുണ്ടാക്കാനായിട്ട് വന്ന ചിലവ് 6,30,000 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? 1,70,000 ആണ് നമ്മുടെ 2015 പ്രോഫിറ്റായിട്ട് വരും. അപ്പോൾ അതാണ് ആദ്യത്തെ നമ്മുടെ പണി. ഇനി നമുക്കൊന്നുമില്ല, നമ്മൾ ഇന്നാൾ ചെയ്തോളം തന്നെ നിങ്ങൾ ചെയ്ത് പോയാൽ മതി. ഇത് കണ്ടുപിടിക്കൽ മാത്രമേ ഇതിലൊരു ചേഞ്ച് ഉള്ളൂ. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റ് കിട്ടി. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ എന്താ കാണാറ്? പി വി റേഷ്യോ കാണണം. ഇക്വേഷൻ എഴുതി ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100. അത് നമ്മൾ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് കണ്ടുപിടിച്ച് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 1,70,000 മൈനസ് 1,20,000 ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് കണ്ടുപിടിച്ചു 8 lakh മൈനസ് 6 lakh നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് എത്ര ആൻസർ കിട്ടും? 25% നമുക്ക് ആൻസർ കിട്ടി. അതാണ് നമ്മുടെ പി വി റേഷ്യോ ആയിട്ട് വരിക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഇക്വേഷൻ എഴുതി കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. അതിന് നമ്മൾ ഏതെങ്കിലും അതിന് നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒരു കൊല്ലത്തെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. ഞാനിവിടെ എടുത്തേക്കുന്നത് 2014 കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കലാണ്. ഇക്വേഷൻ എഴുതി പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ ഇപ്പോൾ കണ്ടുപിടിച്ച് നമ്മൾ 25% കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ കോൺട്രിബ്യൂഷൻ നമുക്കറിയില്ല, അങ്ങനെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ 2014 തന്നെ സെയിൽസ് എഴുതുക. എത്രയാണ്? 6 lakh ആണ്. ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് അത് കൊടുത്താൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടും. അങ്ങനെ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു 0.25, അതായത് 25% 0.25 ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 6 lakh ഇൻറ്റു 100. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു 6 lakh ഇൻറ്റു 0.25, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,50,000 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ 1,50,000 ആയി. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1,50,000 ഈക്വൽ ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയില്ല, അപ്പോൾ അത് അങ്ങനെ തന്നെ ഇടുക, പ്ലസ് പ്രോഫിറ്റ് 2014 തന്നെ പ്രോഫിറ്റ് നമ്മൾ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റും. 2014 പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,20,000 ആണ്. അത് നമ്മളിട്ടു. ഫോർ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1,50,000 മൈനസ് 1,20,000. എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 30,000 നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് 30,000 കണ്ടുപിടിച്ചു. അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് BEP ആണ്. BEP ഇൻ സെയിൽസ് വാല്യൂ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇക്വേഷൻ എഴുതി ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 30,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 0.25%, ദാറ്റ് ഈസ് 0.25, ദാറ്റ് ഈസ് ഈക്വൽ ടു 1,20,000 ആണ് നമ്മുടെ എന്ത് BEP ഇൻ സെയിൽസ് വാല്യൂ ആയിട്ട് വരും. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനും കഴിഞ്ഞു. ദെൻ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പ്രോഫിറ്റ് വെൻ ദ സെയിൽസ് ആർ ₹5 lakh. 5 lakh ആണെങ്കിൽ നമ്മുടെ പ്രോഫിറ്റ് എന്തായിരിക്കും? അതായത് സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇക്വേഷൻ എഴുതി പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഏത് സെയിൽസ് എടുക്കണം? നമ്മുടെ ആ ടേബിളിൽ തന്നതല്ല, നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിലുള്ളത്. എത്രയാണ് സെയിൽസ്? 5 ലക്ഷം രൂപയാണ് സെയിൽസ് എന്ന് വെച്ചാൽ പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കേണ്ട സെയിൽസ് എത്രയാണ്? 5 lakh ആണ്. ക്വസ്റ്റ്യനിൽ മറ്റേ സെയിൽസ് ആയ 6 lakh 8 lakh കൊടുക്കാനായിട്ട് പാടില്ല. ഈ ക്വസ്റ്റ്യനിലത്തെ സെയിൽസ് നമ്മൾ എത്രയാണ്? 5 lakh ആണ്. അതെടുക്കുക. 5 lakh ഇൻറ്റു 25
25% മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്ര നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് 30,000 മൈനസ് 30,000 എഴുതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 95,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അതായത് 5 ലക്ഷം സെയിൽസ് നടത്തിയാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും? 95,000 നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ദെൻ 5ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹2 lakh. 2 ലക്ഷം ലാഭം കിട്ടാനായിട്ട് നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? ഇക്വേഷൻ നമ്മൾ എഴുതി. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഇൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇനി യൂണിറ്റ് കണ്ടുപിടിക്കൽ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലില്ല. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ്. ആ ടേബിളിലുള്ള നമ്മൾ കണ്ടുപിടിച്ച പ്രോഫിറ്റ് അല്ല വേണ്ടത്, ഈ ക്വസ്റ്റ്യനിലുള്ളത് 2 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് എത്ര സെയിൽസ് വേണമെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കേണ്ട പ്രോഫിറ്റ് എത്രയാണ്? 2 lakh ഡിവൈഡഡ് ബൈ PV റേഷ്യോ നമ്മൾ 25% ആണ്. നമ്മൾ 0.25 എഴുതി. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 9,20,000 നമുക്ക് ആൻസർ കിട്ടും. അതായത് 2 lakh rupees പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തണം? 9,20,000 rupeesൻ്റെ സെയിൽസ് നടത്തണം. അപ്പോൾ ഇതന്നെയാണ് നമ്മൾ കുറേ 5-6 പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്ട് ബൈഹാർട്ട് ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഓരോ ക്വസ്റ്റ്യനും ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ഇതിലെന്തായിരുന്നു വെച്ചാൽ കോസ്റ്റ് പ്രോഫിറ്റ് തന്നിട്ടില്ല, സെയിൽസും കോസ്റ്റും തന്നിരിക്കുന്നു. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സെയിൽസിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ മതി. ഓക്കെ, ഇതാണ് അടുത്ത പ്രോബ്ലം. ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് സെയിൽസ് വാല്യൂ റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹90,000. അതായത് പ്രോഫിറ്റ് തന്നിട്ട് നമുക്ക് സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. അതിനുള്ള പ്രോബ്ലമാണ്. ഇഫ് സെയിൽസ് ഈസ് ₹6 lakh, വാരിയബിൾ കോസ്റ്റ് 4,20,000, ഫിക്സഡ് കോസ്റ്റ് 1,20,000. അപ്പോൾ എന്ത് തന്നിട്ട്? പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് സെയിൽസ് വാല്യൂ. ഇൻ സെയിൽസ് വാല്യൂ ആണ് കണ്ടുപിടിക്കണം. ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുമില്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ ഡീറ്റെയിൽസ് വെച്ചത് കണ്ടുപിടിക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ സെയിൽസ് വാല്യൂള്ള ഇക്വേഷൻ എഴുതി. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അതാണ് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? PV റേഷ്യോ കണ്ടുപിടിക്കണം. PV റേഷ്യോ കണ്ടുപിടിക്കുക ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിനപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അത് അടുത്ത സ്ലൈഡിലുണ്ട്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ് നമ്മൾ ചെയ്തു. സെയിൽസ് എത്രയാണ്? 6 lakh മൈനസ് വാരിയബിൾ കോസ്റ്റ് 4,20,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,80,000 കോൺട്രിബ്യൂഷൻ കിട്ടും. ദെൻ അത് നമ്മുടെ PV റേഷ്യോയുടെ ഇക്വേഷനിൽ എഴുതാം. കോൺട്രിബ്യൂഷനായ 1,80,000 ഡിവൈഡഡ് ബൈ സെയിൽസ് 6 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? വർക്കൗട്ട് ചെയ്യുമ്പോൾ 30% നമ്മുടെ PV റേഷ്യോ കിട്ടും. ഇനി നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ ഇക്വേഷനിൽ എഴുതാം. സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് എന്തായിരുന്നു? ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,20,000 പ്ലസ് എത്ര പ്രോഫിറ്റാണ് വേണ്ടത്? നമുക്ക് 90,000. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ PV റേഷ്യോ നമ്മൾ നേരത്തെ മുമ്പ് കണ്ടുപിടിച്ച് 30%. എത്ര അതെന്ന് എഴുതാം? 0.3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് സെയിൽസ് എത്ര കിട്ടി? 7 lakh rupees കിട്ടി. അതായത് 90,000 rupees പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് വി ഹാവ് ടു മേക്ക് എ സെയിൽ ഓഫ് ₹7 lakh. 7 ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തിയാലാണ് നമുക്ക് 90,000 rupees പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സിമ്പിളാണ്. ആ ഇക്വേഷൻസ് അങ്ങനെ ഓർഡറിലാണ് എഴുതിപ്പോയാൽ നമുക്ക് വേഗം ചെയ്യാം. ഒരു ചെറിയൊരു പ്രോബ്ലം ചെയ്തിട്ട് നിർത്താം. Calculate BEP and a number of units to be sold to earn a profit of ₹1,20,000. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നത്. BEP കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹1,20,000. പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് യൂണിറ്റ് ആയിട്ട്, അപ്പോൾ ഈ സെയിൽസ് ഇൻ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് 50, വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 40, ഫിക്സഡ് കോസ്റ്റ് 80. അപ്പോൾ നമ്മളോട് ആദ്യം എന്താണ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത്? BEP ആണ് കണ്ടുപിടിക്കുന്നത്. അത് ഇൻ യൂണിറ്റ് ആണോ ഇൻ സെയിൽസ് ആണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. മറ്റേതിൽ കൃത്യമായിട്ട് പറഞ്ഞത് എന്ത് മതി എന്ന് പറഞ്ഞിട്ടുണ്ട്? യൂണിറ്റ് വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്തായാലും നമുക്ക് പെർ യൂണിറ്റ് തന്നതുകൊണ്ട് നമുക്ക് രണ്ടും കണ്ടുപിടിച്ചിടാം. ഏതാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേങ്കിൽ മറ്റേതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം BEP രണ്ടും കണ്ടുപിടിക്കണം എന്നാണ്. അതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലുണ്ട് താൻ. അപ്പോൾ നമുക്ക് BEP ഇൻ യൂണിറ്റും കണ്ടുപിടിക്കാം, BEP ഇൻ സെയിൽസ് വാല്യൂം കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് BEP ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കാം. അതിനുള്ള ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. അതാണ് നമ്മുടെ ഇക്വേഷൻ. അതിലാദ്യം എന്ത് വേണം? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. SP പെർ യൂണിറ്റ് മൈനസ് VC പെർ യൂണിറ്റ്. SP എത്രയാണ്? 50 മൈനസ് VC എത്രയാണ്? 40. ദാറ്റ് ഇസ് ഈക്വൽ ടു 10 റുപ്പി. നമുക്ക് എന്ത് കിട്ടി? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കിട്ടി. അത് നമുക്ക് ആ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ എന്ത് കിട്ടും? BEP ഇൻ യൂണിറ്റ് കിട്ടും. ദാറ്റ് സ്ലൈഡിലുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 80,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 10 റുപ്പി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 8,000 യൂണിറ്റാണ് നമ്മുടെ BEP ഇൻ യൂണിറ്റ് കിട്ടി. BEP ഇൻ യൂണിറ്റ് 8,000 യൂണിറ്റ്. അപ്പോൾ BEP ഇൻ യൂണിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് BEP ഇൻ സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ് ഇക്വേഷൻ? BEP ഇൻ യൂണിറ്റ് ഇൻറ്റു SP പെർ യൂണിറ്റ്. അതാണ് BEP ഇൻ സെയിൽസ് വാല്യൂ കിട്ടുക. അപ്പോൾ BEP ഇൻ യൂണിറ്റ് എത്രയാണ് തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചത്? 8,000 ഇൻറ്റു SP പെർ യൂണിറ്റ് നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 50. അപ്പോൾ 8,000 ഇൻറ്റു 50. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 lakh rupees കിട്ടി. അപ്പോൾ BEP ഇൻ സെയിൽസ് വാല്യൂ 4 lakhും BEP ഇൻ യൂണിറ്റ് 8,000. അതിൻ്റെ അർത്ഥം നമുക്ക് ഒന്നില്ലെങ്കിൽ 8,000 യൂണിറ്റ് ഉണ്ടാക്കിയാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് അച്ചീവ് ചെയ്യാം. അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ 4 lakh ആക്കിയാൽ നമുക്ക് ബ്രേക്ക് ഇവൻ പോയിന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. BEP രണ്ടും കണ്ടുവച്ചിട്ടു. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? സെയിൽസ് in unit to be earned to earn a profit of rupees 1,20,000. നമുക്ക് എത്ര രൂപ ലാഭം കിട്ടണം? 1,20,000 രൂപ ലാഭം കിട്ടണം. അതിന് എത്ര രൂപ വരെ സെയിൽസ് ഇൻ യൂണിറ്റ് നടത്തണമെന്ന്. അപ്പോൾ എന്താണ്? പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ വരിക? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. സെയിൽസ് ഇൻ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 80,000 പ്ലസ് എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് ആവശ്യം? 1,20,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്ര? 10 രൂപ. അപ്പോൾ നമ്മൾ എഴുതി ദാറ്റ് ഇസ് ഈക്വൽ ടു 20,000 യൂണിറ്റ്സ്. അതായത് 20,000 യൂണിറ്റ്സ് ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും? 1,20,000 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇത്രയ്ക്ക് അതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. ഇനി ബൈ ചാൻസ് ഇനി നമുക്ക് സെയിൽസിന് വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ 20,000 ഇൻറ്റു SP പെർ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സെയിൽസ് വാല്യൂ കിട്ടി. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ്. അത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 20,000 യൂണിറ്റ് വെച്ചിട്ട് പ്രോബ്ലം അവസാനിപ്പിക്കും. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം. ഒന്ന് റിവൈസ് ചെയ്യിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സെയിൽസ് 1 lakh, വേരിയബിൾ കോസ്റ്റ് 60,000, ഫിക്സഡ് കോസ്റ്റ് 30,000, കാൽക്കുലേറ്റ് PV റേഷ്യോ BEP ആൻഡ് സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000. അപ്പോൾ 3 സംഭവങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. PV റേഷ്യോ കണ്ടുപിടിക്കണം, BEP കണ്ടുപിടിക്കണം, ദെൻ പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും തുടങ്ങാം. ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി PV റേഷ്യോ. ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് PV റേഷ്യോ. ദാറ്റ് ഈസ് PV റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അതിലാദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh മൈനസ് വാരിയബിൾ കോസ്റ്റ് 60,000. അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ എത്ര കിട്ടി? 40,000 കിട്ടി. ദെൻ അത് ഇക്വേഷനിലേക്ക് ഇട്ടു. PV റേഷ്യോ ഇസ് ഈക്വൽ ടു 40,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ്? 1 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് PV റേഷ്യോ 40% കിട്ടി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. PV റേഷ്യോ ഇസ് ഈക്വൽ ടു 40%. അടുത്ത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് BEP ആണ്. BEP നമുക്ക് പെർ യൂണിറ്റും കണ്ടുപിടിക്കാം, സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാം. പക്ഷെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫിക്സഡ് കോസ്റ്റ് ഇൻറ്റു സെയിൽസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ അത് എഴുതി. ദാറ്റ് ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 ഇൻറ്റു ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000 ഇൻറ്റു സെയിൽസ് 1 lakh ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 40,000. ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 75,000 ആണ് നമ്മുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് 75,000 റുപ്പീസിൻ്റെ സെയിൽസ് നടത്തിയാൽ നമുക്ക് നമ്മുടെ ബ്രേക്ക് ഈവൺ പോയിന്റ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനും 75,000 നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. തേർഡ് ക്വസ്റ്റ്യൻ സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹20,000.
20,000 പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമുക്ക് എത്ര സെയിൽസ് നടത്തണം. അവിടെ നമുക്ക് വേണമെങ്കിൽ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാം. പക്ഷേ അതിന് ഇക്വേഷൻ ഉണ്ട്. പക്ഷേ അതിനുള്ള ഇൻഫർമേഷൻ തരാത്തതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? സെയിൽസ് വാല്യൂത്തെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ്, നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാകാൻ ആഗ്രഹം? 20,000. അപ്പോൾ 30,000 പ്ലസ് 20,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 0.4. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1,25,000 നമുക്ക് ആൻസർ കിട്ടി. അതായത് നമുക്ക് 20,000 പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ വി ഹാവ് ടു മേക്ക് എ സെയിൽ ഓഫ് റുപ്പീസ് 1,25,000. 1,25,000 സെയിൽസ് ഉണ്ടാക്കിയാലാണ് നമുക്ക് 20,000 പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത്രയ്ക്കാണ് 3 ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ആ BP ഇൻ സെയിൽസ് വാല്യൂ ഇല്ലേ, നമുക്ക് മറ്റേ ഇക്വേഷനും യൂസ് ചെയ്യാട്ടോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ, അത് ഉപയോഗിച്ചാൽ നമുക്ക് BP ഇൻ സെയിൽസ് കിട്ടും. അതിലാകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 30,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ എത്രയാണ്? 40%. അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 75,000 ആൻസർ കിട്ടും. ഞാൻ ഈ ഇക്വേഷൻ എഴുതുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താലും ഈ ആൻസറുകൾ കിട്ടും. പക്ഷേ 75,000 എന്ന് കിട്ടണം. അത് തന്നെയാണ് കറക്റ്റ് ആൻസറായിട്ട് വരിക. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ. 40%, 75,000, 1,25,000. ഒറ്റയ്ക്ക് ചെയ്തൊന്ന് നോക്കി നോക്കുക, എന്നിട്ട് നോക്കിയാൽ മതി. കാരണം നമ്മൾ കുറേ പ്രോബ്ലം ഈ ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചത്. ദിസ് ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് 15, ഫിക്സഡ് കോസ്റ്റ് 4,000, ഔട്ട്പുട്ട് 2,000 യൂണിറ്റ്സ്. Calculate PV ratio. Profit when output is 2,500 and number of units to produce to sold a profit of rupees 10,000. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം പെർ യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നു? PV റേഷ്യോ കണ്ടുപിടിക്കണം. ദെൻ പ്രോഫിറ്റ് വെൻ ഔട്ട്പുട്ട് ഈസ് 2,500. 2,500 യൂണിറ്റ് ആണ് നമ്മുടെ സെയിൽസ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ബി സോൾഡ് ടു ആണ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 10,000. 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എത്ര സെയിൽസ് നടത്തണം. അതായത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളതും, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നിട്ട് നമ്പർ ഓഫ് യൂണിറ്റ്സ് കണ്ടുപിടിക്കാനുള്ളതും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തുടങ്ങാം. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? PV റേഷ്യോ കണ്ടുപിടിക്കണം. ഇക്വേഷൻ എഴുതിക്കോ. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദെൻ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കൽ ഇക്വേഷൻ എന്താണ്? സെയിൽസ് മൈനസ് PC ആണ്. പക്ഷേ ഇവിടെ എല്ലാം പെർ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? SP, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്. ദാറ്റ് ഈസ് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എത്രയാണ്? 20 മൈനസ് വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 15. അങ്ങനെ നമുക്ക് എത്ര കിട്ടും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് 5 കിട്ടും. അപ്പോൾ നമ്മളുടെ ഇക്വേഷനൊക്കെ പെർ യൂണിറ്റ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി. PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ എത്ര കണ്ടുപിടിച്ചു? 5 ഡിവൈഡഡ് ബൈ സെയിൽസും പെർ യൂണിറ്റ് തന്നെ തന്നിരിക്കുന്നത് എത്രയാണ്? 20 ഇൻറ്റു 100. 5/20 ഇൻറ്റു 100 നമുക്ക് എത്ര കിട്ടും? 25% ആണ് നമ്മുടെ PV റേഷ്യോ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ചോദിച്ചു. ദാറ്റ് ഈസ് PV റേഷ്യോ ഈസ് ഈക്വൽ ടു 25%. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസ് തരും, എന്നിട്ട് നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് സെയിൽസ് എത്രയാണ് തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഫിറ്റ് വെൻ ഔട്ട്പുട്ട് ഈസ് 2,500 യൂണിറ്റ്സ്. നമുക്ക് യൂണിറ്റിലാണ് ഔട്ട്പുട്ട് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സെയിൽസ്, ഇവിടെ ഇക്വേഷനിലത്തെ സെയിൽസ് എന്ന് പറയുന്നത് ഇൻ വാല്യൂലാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യിപ്പിക്കുന്നത്. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ സാധാരണ സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ സെയിൽസ് എന്തിനാണ് തരാറ്? റുപ്പീസിലാണ് തരാറ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ഇത് റുപ്പീസിലല്ല തന്നിരിക്കുന്നത്. എന്തിനാണ് തന്നിരിക്കുന്നത്? യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. അതായത് 2,500 യൂണിറ്റ്
നമ്മൾ വിറ്റാൽ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇക്വേഷനിലത്തെ സെയിൽസ് എന്ന് പറയുന്നത് റുപ്പീസാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലത്തെ സെയിൽസിനെ നമ്മൾ ആദ്യം എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. മനസ്സിലായ? അതായത് സാധാരണ ക്വസ്റ്റ്യനിലൊക്കെ നമുക്ക് സെയിൽസ് റുപ്പീസിലാണ് തരാറ്. ഇത്ര രൂപയുടെ കച്ചവടം ഉണ്ടായാൽ എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നാണ് ചോദിക്കാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാൽ 2500 യൂണിറ്റ് വിറ്റാൽ അപ്പം നമ്മൾ ആ യൂണിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇക്വേഷനിലത്തെ സെയിൽസ് എന്ന് പറയുന്നത് റുപ്പീസാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിലത്തെ യൂണിറ്റിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എത്ര യൂണിറ്റ് നമ്മൾ വിറ്റത്, 2500. ഒരു യൂണിറ്റിന് എത്രയാണ് സെല്ലിംഗ് പ്രൈസ്, 20 എന്ന് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 20 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റിനെ സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ 2500 ഇൻറ്റു 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, സെയിൽസ് ഇൻ റുപ്പീസ് നമുക്ക് കിട്ടി. അത് ആദ്യം കൺവേർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇക്വേഷനിൽ ഇടാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോഫിറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എഴുതി, സെയിൽസ് ഇൻറ്റു PV റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ സെയിൽസ് ഇൻ റുപ്പീസ് കണ്ടുപിടിക്കണം. മൊത്തം 2500 യൂണിറ്റ് ഇൻറ്റു SP പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായി, 50,000 റുപ്പീസിൻ്റെ സെയിൽസ് ഉണ്ടായാൽ നമുക്ക് എത്രയായിരിക്കും പ്രോഫിറ്റ്, അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ 50,000 ഇനി ഇക്വേഷനിൽ കൊടുക്കുക. പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 50,000 ഇൻറ്റു PV റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു 25% മൈനസ് ഫോർ ഫിക്സഡ് കോസ്റ്റ് 4,000 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു, മൈനസ് 4,000 ദാറ്റ് ഈസ് ഈക്വൽ ടു 95,000. സോറി 95,000 അല്ല, 8,500. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക, സെയിൽസ് പ്രോഫിറ്റ് എത്ര കിട്ടും, 8,500 കിട്ടും. അതായത് 50,000ൻ്റെ സെയിൽസ് ഉണ്ടായാൽ നമുക്ക് അതിൽ നിന്നും എത്ര രൂപ ലാഭം കിട്ടും, 8,500 റുപ്പീസ് നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്, നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000. പ്രോഫിറ്റ് തന്നിട്ട് സെയിൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. സെയിൽസ് ഇൻ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അതിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഇനി എന്ത് കണ്ടുപിടിക്കണം, സെയിൽസ് ഇൻ യൂണിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതുക, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഇക്വേഷനാണ്, ഇൻ യൂണിറ്റ് ഇട്ടാ. ദാറ്റ് ഈസ് ഈക്വൽ, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് 4,000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ്, നമുക്ക് എത്ര രൂപ ലാഭം ഉണ്ടാക്കാൻ ആഗ്രഹം, 10,000. അപ്പോൾ 4,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നമ്മൾ തുടക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, എത്രയാണ് 5. അപ്പോൾ 4,000 പ്ലസ് 10,000 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 2,800 യൂണിറ്റ്സ്. അത്രയ്ക്ക് യൂണിറ്റ് ആണ് നമ്മൾ സെയിൽസ് നടത്തിയാലാണ് നമുക്ക് 10,000 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുക. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് ₹10,000 ഇസ് ഈക്വൽ ടു 2,800. അതാണ് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് നമ്പർ ഓഫ് യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഇനി സെയിൽസ് ഇൻ വാല്യൂ കണ്ടുപിടിക്കേണ്ട. ഇതുള്ളത് കൊണ്ട് നമുക്ക് സെയിൽസ് വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. 2,800 × 20 കിട്ടി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, സെയിൽസ് വാല്യൂ കിട്ടി. അത് കണ്ടുപിടിക്കാൻ പറയാത്തതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ പ്രോബ്ലം അവസാനിപ്പിക്കാം. അപ്പം 3 ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിച്ചു. PV റേഷ്യോ 25%, ദെൻ പ്രോഫിറ്റ് 8,500, സെയിൽസ് 2,800 യൂണിറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ചേഞ്ച് ഇൻ PV റേഷ്യോ. PV റേഷ്യോയിലെ മാറ്റങ്ങൾ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുക, ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ്, നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ PV റേഷ്യോ വിൽ റെഡ്യൂസസ്, BEP ഇൻക്രീസസ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി ബിക്കംസ് ലോവർ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് പിന്നെ പഠിക്കാം. തൽക്കാലം ഇത് മനസ്സിലാക്കുക. നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നമ്മുടെ എന്തുണ്ടാവും, PV റേഷ്യോ, നമ്മുടെ PV റേഷ്യോ എന്തുണ്ടാവുമെന്ന് പറഞ്ഞാൽ കുറയും. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ നമ്മുടെ PV റേഷ്യോ കുറയും. ദെൻ എന്തുണ്ടാവും, നമ്മുടെ BEP ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ബ്രേക്ക് ഈവൻ പോയിന്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി ബിക്കംസ് ലോവർ. മാർജിൻ ഓഫ് സേഫ്റ്റി ഇപ്പോൾ നിങ്ങൾ എന്താണെന്ന് പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ക്ലാസ്സിന് മുമ്പ് പറഞ്ഞിരുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സെയിൽസ് ആൻഡ് BEP സെയിൽസ്. അപ്പോൾ തൽക്കാലം നിങ്ങളിത് പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിംഗ് പ്രൈസും PV റേഷ്യോയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. അതായത് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ PV റേഷ്യോ കുറയും.
ദെൻ സെല്ലിംഗ് പ്രൈസും ബി ഇ പിയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. അതായത് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ ബി ഇ പി ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കിയാൽ ഇഫ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ് എന്ത് പി വി റേഷ്യോ എന്ത് റിലേഷൻഷിപ്പാണുള്ളത്? പോസിറ്റീവ് റിലേഷൻഷിപ്പ്. അപ്പോൾ എന്തുണ്ടാവും? പി വി റേഷ്യോ ഇൻക്രീസസ്, ബി ഇ പി ഡിക്രീസസ്. അത് ബി ഇ പിയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അപ്പോൾ അത് കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിലേഷൻഷിപ്പ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സെല്ലിംഗ് പ്രൈസും പി വി റേഷ്യോയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പും സെല്ലിംഗ് പ്രൈസും ബി ഇ പിയും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണുള്ളത്? ഇൻഡയറക്റ്റ് റിലേഷൻഷിപ്പാണുള്ളത്, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണുള്ളത്. പി വി റേഷ്യോ സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ പി വി റേഷ്യോ കുറയും, ബി ഇ പി കൂടും. സെല്ലിംഗ് പ്രൈസ് കൂടിയാൽ പി വി റേഷ്യോ കൂടും, ബി ഇ പി കുറയും. ഓക്കെ, അതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. കാൽക്കുലേറ്റ് പി വി റേഷ്യോ. നമ്മൾക്ക് ആ പി വി റേഷ്യോ കാണണം. പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000. ന്യൂ ബി ഇ പി ഇഫ് ദ സെല്ലിംഗ് പ്രൈസ് ഇസ് റെഡ്യൂസ്ഡ് ബൈ 20% ആൻഡ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോൾ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി വി റേഷ്യോ കണ്ടുപിടിക്കണം. പിന്നെ സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ദെൻ ബി ഇ പി, നമ്മൾ ബി ഇ പിയിലുള്ള ചേഞ്ചസ് ഇഫ് ദ പ്രൈസ് ഈസ് റെഡ്യൂസ്ഡ് ബൈ 20% ആൻഡ് ഇൻക്രീസ്ഡ് ബൈ 20%. അതിനാകെ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആകെ ഫിക്സഡ് കോസ്റ്റും തന്നിട്ടുണ്ട്, ബി ഇ പിയും തന്നിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് 6,000ഉം ബി ഇ പി 15,000ഉം. അത് വെച്ചിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പി വി റേഷ്യോ കണ്ടുപിടിക്കാനാണ്. ഇക്വേഷൻ എഴുതാം. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അങ്ങനെ പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷേ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ വന്നേക്കണം. അതിൽ നമുക്ക് പി വി റേഷ്യോ അറിയില്ല, ദെൻ കോൺട്രിബ്യൂഷനും അറിയില്ല, സെയിൽസും അറിയില്ല. അപ്പോൾ ഒന്നും അറിയില്ല. അപ്പോൾ നമുക്കത് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ബി ഇ പി തന്നിട്ടുണ്ട്. ബി ഇ പി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചൊന്ന് തുടങ്ങി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് ഇക്വേഷൻ എഴുതിയിട്ട് അതിൻ്റെ താഴത്തെ എന്തിൻ്റെ ഇക്വേഷൻ എഴുതാം? നമ്മുടെ ബി ഇ പിയുടെ ഇക്വേഷൻ എഴുതാം. അതിൽ പി വി റേഷ്യോ വരണ ഒരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി ഇ പി കാണാനായിട്ട് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പി വി റേഷ്യോ എഴുതി, നമുക്ക് അപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ നമ്മൾ അടുത്ത ഓൾട്ടർനേറ്റീവ് നമ്മൾ നോക്കണം. അതെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും പി വി റേഷ്യോ കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ ആകെ ഒരു ബി ഇ പി എടുക്കുന്നുണ്ട്. അപ്പോൾ ബി ഇ പിയുടെ ഇക്വേഷൻസ് ആലോചിച്ച് നോക്കാം. ബി ഇ പിയുടെ ഏത് ഇക്വേഷനിലാണ് പി വി റേഷ്യോ എടുക്കണേ നോക്കുക. ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമ്മൾ എഴുതി നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് ബി വി പിയും അറിയാം, ഫിക്സഡ് കോസ്റ്റും അറിയാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി ബി ഇ പി ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ബി ഇ പി എത്രയാണ്? 15,000 ഈക്വൽ ഫിക്സഡ് കോസ്റ്റ് 6,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നേരിട്ടിട്ട് ഇന്ന് ഇക്വേഷൻ ഉപയോഗിക്കുന്നൊന്നും ക്വസ്റ്റ്യനിൽ പറയില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ വെച്ച് ഏത് ഇക്വേഷൻ യൂസ് ചെയ്താലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റാതെ നോക്കിയിട്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നേരത്തെ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ അതായത് 15,000 is equal to 6,000 ഡിവൈഡ് ബൈ പി വി റേഷ്യോ സോൾവ് ചെയ്യുമ്പോൾ പി വി റേഷ്യോ അങ്ങോട്ട് കൊണ്ടുവന്നു, 15,000 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 6,000 ഡിവൈഡ് ബൈ 15,000 ദാറ്റ് ഇസ് ഈക്വൽ ടു 40% നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പി വി റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പി വി റേഷ്യോ ഒരു ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് ആ ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷനിലത്തെ ഇക്വേഷൻ എഴുതി, ബി ഇ പിയുടെ ഇക്വേഷൻ എഴുതി, അതിൽ നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്തു? പി വി റേഷ്യോ കണ്ടുപിടിച്ചു. എത്രയാണ്? 40% നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോഫിറ്റ് വെൻ സെയിൽസ് ആർ ₹30,000. 30,000 രൂപ സെയിൽസ് നടത്തിയാൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? സെയിൽസ് തന്നിട്ട് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതാം. എന്താണ് ഇക്വേഷൻ? സെയിൽസ് ഇൻറ്റു പി വി റേഷ്യോ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. സെയിൽസ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000. 30,000 ഇൻറ്റു പി വി റേഷ്യോ നമ്മൾ എത്ര കണ്ടുപിടിച്ചു? 40%. അപ്പോൾ 0.4 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6,000. അപ്പോൾ 30,000 ഇൻറ്റു 0.4 മൈനസ് 6,000 നമുക്ക് എത്ര ആൻസർ കിട്ടി? 6,000 കിട്ടി. അതായത് 30,000 രൂപയുടെ സെയിൽസ് നടത്തിയാൽ നമുക്ക് 6,000 രൂപ ലാഭം കിട്ടി. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും ആൻസർ കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 6,000. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വിൽ ബി ദ ന്യൂ ബി ഇ പി ഇഫ് ദ എസ് പി ഈസ് റെഡ്യൂസ്ഡ് ബൈ 20%. നമ്മുടെ സെല്ലിംഗ് പ്രൈസ് 20% കുറച്ചാൽ നമുക്ക് എത്രയായിരിക്കും ന്യൂ ബി വി പി എന്ന് പറയുന്നത്?
അപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറയ്ക്കണം. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിലേന്ന് നോക്കി നോക്കിയാൽ ഒരു സ്ഥലത്തും സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലത്തെ സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടില്ല. മൊത്തം സെയിൽസ് 30,000 പറഞ്ഞിട്ടുള്ളൂ. സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പം നമ്മൾ ഒരു അസംഷൻ നടത്തുക. അതായത് നമുക്ക് ഒരു 100 രൂപ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് നമ്മൾ കാൽക്കുലേഷൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. സപ്പോസ് 100 രൂപ ആണെങ്കിൽ ഇത്രയാവുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് തന്നിട്ടില്ല. അപ്പം നമുക്ക് പക്ഷേ പെർസെൻറ്റേജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഒരു 100 രൂപയെന്നൊരു അസംഷൻ നടത്തി നമ്മളെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ന്യൂ BEP if the selling price is reduced by 20%. സപ്പോസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ SP തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് വർക്കൗട്ട് ചെയ്യാമായിരുന്നു. ഇത് ക്വസ്റ്റ്യനിൽ സെല്ലിംഗ് പ്രൈസ് തരാത്തത് കൊണ്ട് നമ്മളൊരു ഒരു ഇമാജിനറി ഫിഗറായ ഒരു 100 രൂപ കാൽക്കുലേഷൻസിന് വേണ്ടി 100 രൂപ എടുത്തതാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഒരു 100 രൂപ എടുത്തു. അതെ, അപ്പം സെല്ലിംഗ് പ്രൈസ് 100 രൂപയാണ്. നമുക്ക് PV റേഷ്യോ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 40% നമ്മൾ തൊട്ട് നേരത്തെ കണ്ടുപിടിച്ചു. PV റേഷ്യോ 40 ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച VV റേഷ്യോ എത്രയായിരിക്കും? 60% ആയിരിക്കും. അതായത് കഴിഞ്ഞ ദിവസം ഒരു VV റേഷ്യോ പഠിച്ചു. സെയിൽസും വാരിയബിൾ കോസ്റ്റും നമ്മൾ റിലേഷൻഷിപ്പ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ആ റേഷ്യോ ആണ് VV റേഷ്യോ എന്ന് പറയുന്നത്. അതും PV റേഷ്യോയും കൂടി കൂട്ടിയാൽ എത്ര കിട്ടണം നമ്മൾ പഠിച്ചു? 100 കിട്ടണമെന്ന് പഠിച്ചു. അപ്പോൾ PV റേഷ്യോ നമ്മൾ 40% ആയിട്ട് കണ്ടുപിടിച്ചു നേരത്തെ. അപ്പോൾ VV റേഷ്യോ എത്രയായിരിക്കും? 60% ആയിരിക്കും. 100ൽ നിന്ന് 40 കുറച്ച് നമുക്ക് 60% കിട്ടി. അതായത് അപ്പോൾ PV റേഷ്യോ 40%ഉം VV റേഷ്യോ 60%ഉമാണ്. ദാറ്റ് മീൻസ് out of 100 40 will be the profit and 60 will be the variable cost. 100 രൂപയാണെങ്കിൽ അതിൽ 40 രൂപ അല്ലെങ്കിൽ 40 രൂപ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. 60 രൂപ വാരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് കോമൺ അസംഷനാണ്. വേറെ പ്രോബ്ലത്തിലൊന്നും ഇത് കിട്ടില്ല. നമ്മൾ അസ്യൂം ചെയ്യലാണ്. 40% ആണ് നമ്മുടെ PV റേഷ്യോ. അപ്പോൾ VV റേഷ്യോ 60% ആയി. അപ്പോൾ നമ്മുടെ 100 രൂപയിൽ 40 രൂപ എന്താണ് പ്രോഫിറ്റും 60 രൂപ വേരിയബിൾ കോസ്റ്റും ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുകയാണ്. ന്യൂ സെല്ലിംഗ് പ്രൈസ് വിൽ ബി എത്രയാണ്? 20% കുറയ്ക്കണം. നമ്മളിപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയായിട്ട് എടുത്തു? 100 രൂപ. 100 രൂപയിൽ 20% കുറയ്ക്കണം. അപ്പോൾ 100 മൈനസ് 100ൻ്റെ 20%. 100ൻ്റെ 20% എന്ന് പറയുന്നത് 20. ദാറ്റ് ഇസ് ഈക്വൽ ടു 100 മൈനസ് 20 ഇസ് ഈക്വൽ ടു 80 ആണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ എത്രയായിരുന്നു? SP 100 ആയിരുന്നു. അപ്പോൾ VC പെർ യൂണിറ്റ് 60 പ്രോഫിറ്റ് 40 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പുതിയ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 80 ആണെങ്കിൽ നമ്മളോട് പുതിയ BEP കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ VC കണ്ടുപിടിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് VC പെർ യൂണിറ്റ് കണ്ടുപിടിച്ചത്? ഒരു യൂണിറ്റിന് 100 രൂപ എന്ന് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ PV റേഷ്യോ വെച്ചിട്ട് നമ്മൾ വാരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു? 60 ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പുതിയ സെല്ലിംഗ് പ്രൈസ് ഉണ്ടാക്കണം. ഇത്രയും നാൾ ഞാൻ 100 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ആ സാധനം 80 രൂപയ്ക്ക് വിൽക്കാനായിട്ട് പോകണം. അതായത് 20% കുറച്ചിട്ട് വിറ്റാൽ നമുക്ക് BEPയിലുള്ള ചേഞ്ചസ് കണ്ടുപിടിക്കാം. അത് അടുത്ത സ്ലൈഡിലുണ്ട്. അപ്പോൾ പുതിയ സെല്ലിംഗ് പ്രൈസ് 80 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ ന്യൂ കോൺട്രിബ്യൂഷൻ? കാരണം PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പുതിയ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചു. എന്താണ് കോൺട്രിബ്യൂഷനുള്ള ഇക്വേഷൻ? സെയിൽസ് മൈനസ് VC. പുതിയ സെയിൽസ് എത്രയാണ്? 80 മൈനസ് VCയിൽ വ്യത്യാസമൊന്നുമില്ല. VC പെർ യൂണിറ്റാണ് നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പോൾ VC പെർ യൂണിറ്റ് എത്ര തന്നെയാണ്? 60. അപ്പോൾ 80 മൈനസ് 60 നമുക്ക് 20 റുപ്പീസാണ് നമ്മുടെ കോൺട്രിബ്യൂഷൻ വന്നത്. അതായത് ഇത്രയും നാൾ നമുക്ക് 100 രൂപയ്ക്കാണ് നമ്മൾ വിറ്റിരുന്നത്. ഇപ്പോൾ അതിൻ്റെ 20% കുറച്ച് നമുക്കിപ്പോൾ എത്രയാണ് വിൽക്കുന്നത്? 80-നാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറയും ഓട്ടോമാറ്റിക്കായിട്ട്. 100 രൂപയ്ക്ക് വിറ്റിരുന്നപ്പോൾ നമുക്ക് 40 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്രയാണ് വിൽക്കണുള്ളൂ? നമുക്ക് 80 രൂപയ്ക്കാണ് വിൽക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കോൺട്രിബ്യൂഷൻ കുറയും. എത്രയായി? 20 ആയി. അത് വെച്ചിട്ട് നമുക്ക് പുതിയ PV റേഷ്യോ കണ്ടുപിടിക്കാം. PV റേഷ്യോയുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 80 ഇൻറ്റു 100 ദാറ്റ് ഇസ് ഈക്വൽ ടു 25%. അപ്പോൾ നമുക്ക് പുതിയ PV റേഷ്യോ എത്ര കിട്ടി? 25% കിട്ടി. നമ്മൾ നേരത്തെ ഒരു റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ PV റേഷ്യോ കുറയും. ഇപ്പോൾ കുറഞ്ഞില്ലേ? നേരത്തെ 100 രൂപയ്ക്ക് വിറ്റപ്പോൾ നമുക്ക് PV റേഷ്യോ എത്രയായിരുന്നു? PV റേഷ്യോ 40% ആയിരുന്നു. ഇപ്പോൾ 100ൽ നിന്ന് 80 ആക്കി കുറച്ചപ്പോൾ PV റേഷ്യോ 40ൽ നിന്ന് 25 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിലേഷൻഷിപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു.
ദെൻ നമ്മൾ ന്യൂ ബി ഇ പി കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റിലേഷൻഷിപ്പ് ഒന്ന് ഓർത്ത് നോക്കിയാൽ സെല്ലിംഗ് പ്രൈസും ബി ഇ പിയും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞാൽ ബി ഇ പി കൂടണം. അതായത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായാലും 15 നേരത്തെ 15,000-നേക്കാൾ കൂടുതലായിരിക്കണം. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. എന്താണ് ഇക്വേഷൻ? ബി ഇ പി കാണാനുള്ളത് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് 6,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 0.25%, ദാറ്റ് ഈസ് 0.25. അപ്പം നമുക്ക് ന്യൂ ബി ഇ പി എത്ര കിട്ടി? 24,000 കിട്ടി. നേരത്തെ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. അപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസ് കുറച്ചപ്പോൾ എന്ത് കൂടി? ബി ഇ പി കൂടി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിലേഷൻഷിപ്പ് കറക്റ്റായിട്ടും ആയി. അതായത് സെല്ലിംഗ് പ്രൈസ് കുറച്ചാൽ പി വി റേഷ്യോ കുറയും, ബി ഇ പി കൂടും. അതായത് സെല്ലിംഗ് പ്രൈസും പി വി റേഷ്യോയും തമ്മിൽ പോസിറ്റീവ് റിലേഷൻഷിപ്പും സെല്ലിംഗ് പ്രൈസും ബി ഇ പിയും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ചാലുള്ള കേസ്. അപ്പോൾ കാര്യം മനസ്സിലായില്ലേ? 60 ഒരിക്കലും മാറില്ല. അത് വാരിയബിൾ പെർ യൂണിറ്റ് ആണ്. നമ്മൾ 100 രൂപയ്ക്ക് വിറ്റു, അതിൽ 60% വി സിക്ക് നമുക്ക് 40 രൂപ കോൺട്രിബ്യൂഷൻ കിട്ടി. ആ 100 രൂപയ്ക്ക് വിറ്റ സാധനമാണ് നമ്മൾ എത്ര രൂപയ്ക്ക് വിൽക്കുന്നത്? 80 രൂപയ്ക്ക് വിൽക്കുന്നത്. നമുക്ക് വരുന്ന കോൺട്രിബ്യൂഷൻ അത് തന്നെയായിരിക്കും, 60 റുപ്പീസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് കോൺട്രിബ്യൂഷൻ 20 കിട്ടി. എന്നിട്ട് നമ്മൾ പുതിയ പി വി റേഷ്യോയും പുതിയ ബി ഇ പിയും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞേക്കണത്? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 20%. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ? എസ് പി കൂട്ടിയാൽ നമ്മുടെ പി വി റേഷ്യോ കൂടണം, ബി ഇ പി കുറയണം. നേരത്തേനേക്കാൾ കൂടും വേണം ഏത് പി വി റേഷ്യോ, നേരത്തേനേക്കാൾ കുറയും വേണം ബി ഇ പി. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ പുതിയ ബി ഇ പി കണ്ടുപിടിക്കണം. നേരത്തെ നമ്മൾ 20% കുറച്ചു, ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? 20% കൂട്ടണം. അപ്പോൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു, സപ്പോസ് സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു 100 + 100ൻ്റെ 20%, ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അതായത് പുതിയ സെല്ലിംഗ് പ്രൈസ് 120, വി സി എത്ര തന്നെയായിരിക്കും? 60 തന്നെ. നമുക്ക് വരുന്ന കോസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ എന്താ മാറ്റുന്നത്? സെല്ലിംഗ് പ്രൈസ് കൂട്ടിയും കുറച്ച് കളിക്കണം, അല്ലാണ്ട് കോസ്റ്റിൽ നമുക്ക് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ന്യൂ സെല്ലിംഗ് പ്രൈസ് 120 കണ്ടുപിടിച്ചു, വാരിയബിൾ കോസ്റ്റ് 60 കണ്ടുപിടിച്ചു. ഇത് രണ്ടും വെച്ച് നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കണം? പി വി റേഷ്യോയും കണ്ടുപിടിക്കാം, ന്യൂ പി വി റേഷ്യോയും കണ്ടുപിടിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചോണം തന്നെ ന്യൂ ബി ഇ പിയും കണ്ടുപിടിച്ച് നമുക്ക് എന്തുണ്ടാവണം? പി വി റേഷ്യോ കൂടണം, ബി ഇ പി കുറയണം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ന്യൂ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക. എസ് പി മൈനസ് വി സി. എസ് പി എത്രയാണ്? 120 മൈനസ് വി സി 60. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 റുപ്പീസ് കിട്ടി. ദെൻ അത് വെച്ച് ന്യൂ പി വി റേഷ്യോ കണ്ടുപിടിക്കുക. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100, 60 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 50%. അപ്പോൾ നേരത്തേക്കാളും കൂടിയില്ലേ? നേരത്തെ എത്രയായിരുന്നു? 40% ആയിരുന്നു. ഇപ്പോൾ നമ്മൾ എത്രയായിട്ട് കൂടി? 50% ആയിട്ട് കൂടി. ദെൻ ന്യൂ ബി ഇ പി, ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, ദാറ്റ് ഇസ് ഈക്വൽ ടു 6,000 ഡിവൈഡഡ് ബൈ 0.5, that is equal to 12,000. നേരത്തെ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. ഇപ്പം അത് 12,000 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഇതെന്തുണ്ടായി? ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് കൂട്ടിയപ്പോൾ പി വി റേഷ്യോ കൂടി, ബി ഇ പി കുറഞ്ഞു. അപ്പോൾ ഇതാണ് റിലേഷൻഷിപ്പ്. പി വി റേഷ്യോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെല്ലിംഗ് പ്രൈസ്, പി വി റേഷ്യോ ആൻഡ് ബി ഇ പി. If the selling price decreases, PV ratio decreases and BEP increases. If the selling price increases, PV ratio increases and BEP decreases. Positive relationship PV ratioയും selling priceും തമ്മിൽ, നെഗറ്റീവ് റിലേഷൻഷിപ്പ് selling priceും BEPയും തമ്മിൽ. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ റിലേഷൻഷിപ്പ് ഒന്ന് പഠിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു പ്രോബ്ലം മാത്രമാണ്. അത് ആ ഐഡിയ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഓക്കെ, താങ്ക് യു.